ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. ഒരു കൊറിയൻ ചില്ലി ഗാർലിക് പൊട്ടാറ്റോ ബൈറ്റ്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ? അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ തന്നെ ഉടച്ചു കൊടുക്കാം. ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ലതുപോലെ തന്നെ സ്മാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ പൊട്ടോട്ടോ എല്ലാം നല്ലതുപോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ വേവിക്കുമ്പോൾ ഇട്ടതാണ്, നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് കോൺഫ്ലവറും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല ബോൾസാക്കി എടുക്കാൻ പാകത്തിന് കുഴച്ചെടുക്കാം. കുഴക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുത്തതിന് ശേഷം ഒരു കുപ്പിയുടെ അടപ്പ് കൊണ്ടോ ഇതുപോലെ നടുവിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെറിയ ഉരുളകളാക്കി ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഞാനിവിടെ ആക്കിയെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാൻ? പിന്നെ അടുത്തത് അടുപ്പിൽ ഇതുപോലെ വെള്ളം വെച്ച് ഒരു 5 മിനിറ്റ് ഇത് അതിലിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. 5 മിനിറ്റിൽ കൂടുതൽ വെക്കരുത് കേട്ടോ. അപ്പോൾ നല്ലോണം കുക്കായിട്ട് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കാം. ഇതിട്ടതിന് ശേഷം വെള്ളം മുങ്ങി നിൽക്കാൻ പാകത്തിനുണ്ടായിരിക്കണം കേട്ടോ. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരി നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തണുത്ത വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ടാൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം. എന്നിട്ടിതവിടെ മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ഒരു സോസ് റെഡിയാക്കാനുണ്ട്, അത് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതിനായി ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യം വെളുത്ത എള്ളാണ് 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. സോസൊക്കെ ഇതിലേക്ക് നല്ലതുപോലെ പിടിക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. കൊറിയൻ സ്ട്രീറ്റ് ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ എന്തെങ്കിലും സംഭവമാണെന്ന് വിചാരിക്കും. പക്ഷേ ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടും വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.